ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒന്ന് രണ്ട് ചിന്തകൾ ആദ്യം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. I desire to speak 2-3 things which the Holy Spirit given us. ആൻഡ് ആന്ധ്രയിൽ നിന്നുള്ള കുടുംബത്തെ സ്വാഗതം ചെയ്യുന്നു. And I welcome the family from Andhra. നമ്മൾ ഒരുമിച്ച് അല്പസമയം കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. We are going to meditate on the scripture of God for some time. ദൈവാത്മാവ് തരുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. And I desire to speak only what God gives me. എഫേഷ്യൻസ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ അറിവുള്ള ഒരു വചനമാണ്. We are very familiar with this scripture, Ephesians chapter 6. അതിൻ്റെ 18-ാമത്തെ വാക്യം. Chapter 6 verse 18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. Praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for all the saints, and for me that utterance may be given to me. നമ്മൾ കഴിഞ്ഞ 34 മാസങ്ങളായി, ഈ മെയ് ആകുമ്പോൾ 34 മാസമാകും. 34 മാസങ്ങളായി തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. We have been in continuous prayer for about 34 months right now. കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 1 തുടങ്ങി നമ്മൾ 24 മണിക്കൂറും ഇവിടെ പ്രാർത്ഥനയിലാണ്. We've been here from past 2024 August. We've been in continuous prayer. ധാരാളമായിരിക്കുന്ന ഉപവാസങ്ങൾ നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരുന്നു. And there was multiple 40 days of fasting here. പക്ഷേ ദൈവാത്മാവ് വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ കുറഞ്ഞു പോകരുത് എന്നാണ്. But what the Holy Spirit once again reminds us is that we should not be lacking in our prayers. Amen. Amen. നമ്മൾ കുറേ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് വിശ്രമിക്കുവാൻ അനുവാദമില്ല. We don't have the permission to rest by saying we have been praying a lot. നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. Our rest itself is to be praying. ഹല്ലേലൂയ. നമ്മുടെ വിശ്രമം തന്നെ പ്രാർത്ഥനയാണ്. Our rest itself is to be in prayer. ഹല്ലേലൂയ. Hallelujah. വചനം വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നതും നമ്മെ ഉത്സാഹിപ്പിക്കുന്നതും ഏത് നേരത്തും നാം ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ്. So the word of God encourages and reminds us to be praying with all prayer. നമുക്ക് ആർക്കും ഇനി പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പുതിയ ടീച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. None of us here needs new teaching on prayer. നമുക്ക് ധാരാളമായ ഉപദേശമുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. We already have a lot of teaching on prayer. നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നവരുമാണ്. And we are ones who pray a lot. ആമേൻ. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തണുത്തു പോകുവാനിടയുണ്ട്. But there's a chance for our heart to grow cold at times. ലോകത്തിൻ്റെ വിവിധ കാര്യങ്ങൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിലുള്ള പ്രാർത്ഥനയുടെ ഊഷ്മളത, ചൂട് നഷ്ടപ്പെടും. Because when we attend and interact with different things in the world, we will see our the prayer decreasing in our heart. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നാം നമ്മെ തന്നെ ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. So we need to always encourage ourselves. ഹല്ലേലൂയ. Hallelujah. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും ശക്തിയേറിയ പ്രാർത്ഥനയ്ക്കായിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. Right now again in this morning Holy Spirit is strengthening us for a strong prayer. ഏത് നേരത്തും നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം. We should pray at all times in the Spirit. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യമുണ്ട്, ആത്മബോധത്തിൽ നാം ജീവിക്കണം. There's something I said to you last week. We should live in the Spirit conscious. ആമേൻ. ആത്മബോധത്തിൽ നാം നിരന്തരമായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. Only if we live at all times in the Spirit conscious,
then only we will be able to pray at always in the Spirit. ആമേൻ. ആത്മബോധം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും ബോധത്തിലല്ല, ആത്മബോധത്തിൽ ജീവിക്കണം. We should live in the Spirit conscious, not in the conscious of our mind, of our emotions and thoughts, but in the Spirit conscious. അങ്ങനെ ആത്മബോധത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. So when we are always living in the Spirit conscious, is that when we'll be able to pray always in the Spirit. ഹല്ലേലൂയ. Hallelujah. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ആത്മബോധത്തിൽ ജീവിക്കുന്ന കാര്യം ചർച്ച ചെയ്യും. If the Holy Spirit allows, we will discuss more on this topic of living in the conscious of Spirit always. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ്. Right now our focus is to pray always in the Spirit. ആ ഒരു വെളിപ്പാടും ആ ഒരു പരിജ്ഞാനവും ആ ഒരു ആഗ്രഹവും താല്പര്യവും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തയിലേക്കും ഹൃദയത്തിലേക്ക് ഇപ്പോൾ നിറയ്ക്കാൻ തുടങ്ങുകയാണ്. Now the Holy Spirit is going to fill our heart and mind with the desire, with the revelation and knowledge of this truth. ഹല്ലേലൂയ. നമ്മുടെ അകത്തുണ്ട്. It is already in us. അത് ഒന്നും കൂടെ ഒന്ന് സ്റ്റിറപ്പ്, ഒന്നുകൂടെ ഒന്ന് ജ്വലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. But there is a need for it to be stirred up once again. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഏത് നേരത്തും നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം. So we need to pray always in the Spirit. അവിടെ തീർന്നില്ല, അതിനായി ജാഗരിച്ചു കൊണ്ടിരിക്കണം. But it does not end there, but we need to be diligent in it. We need to be watchful in it. ആമേൻ. നാം എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടി സ്ഥിരതയോടെ നാം ആത്മാവിൽ കാത്തുകൊണ്ടിരിക്കണം, ജാഗരിച്ചു കൊണ്ടിരിക്കണം. So whatever we are praying for, in that matter we need to pray continuously with steadfastly in being watchful in it. ആമേൻ. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അത് ആത്മമണ്ഡലത്തിൽ നിന്നും നമ്മുടെ ഭൗതിക മണ്ഡലത്തിലേക്ക് വസ്തുപരമായി നമ്മൾ കാണത്തക്ക അളവിൽ, അനുഭവിക്കത്തക്ക അളവിൽ വരുന്നതുവരെ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം, കാത്തുകൊണ്ടിരിക്കണം. We need to continually pray for this matter we are focusing on with steadfastness, being watchful in it till we receive that in a way we can experience in this earthly realm. Hallelujah. 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 നാം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ തേജസ്സിൻ്റെ പ്രത്യക്ഷമായ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ്. At this moment what we are praying for is the glory of God, that it may be revealed in us, in our midst. Amen. നമുക്ക് വളരെ ശക്തമായ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. God has given us great promises. നമ്മൾ യേശു കർത്താവിനെ സ്നേഹിച്ച് We love the Lord Jesus. അവൻ്റെ വചനങ്ങളെല്ലാം അനുസരിക്കുമ്പോൾ And when we obey his commandments, പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുകയും the Father himself will love us, and പിതാവും പുത്രനും വന്ന് അവരുടെ വാസം നമ്മുടെ മധ്യത്തിലാക്കുകയും ചെയ്യും. And both the Father and the Son will come and make their home with us. അതിനർത്ഥം ദൈവത്തിൻ്റെ കാബോധ്, അതിൻ്റെ ഷെക്കൈന ഗ്ലോറി നമ്മുടെ മധ്യത്തിൽ വസിക്കുമെന്ന് യേശു കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. It means the glory of God, the kabod or the Shekinah glory of God will come and dwell among us. That is what Jesus is promising here. നമ്മൾ വെറുതെ സ്വപ്നം കണ്ടങ്ങ് പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ദൈവം തൻ്റെ പുസ്തകത്തിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തതിൻ്റെ പേരിൽ ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചാണ് നാം പ്രാർത്ഥിക്കുന്നത്. We don't base our prayer on a dream, but on the strong scripture of the promise of God. ഹല്ലേലൂയ. Hallelujah. പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ താമസിക്കുമെന്ന് യേശു കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. Jesus Christ is the one who said the Father and the Son will come and make their home with us. നമുക്ക് നന്നായിട്ട് അറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. We very well know that the Spirit, the presence of God is in us. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. The Spirit or the presence of God is upon us. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. And the presence of God is among us, in our midst. സാന്നിധ്യത്തിൽ നിന്നും
തേജസ്സിങ്കിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. But there is a promise God has made with us that there will be a shift from His presence to His glory. ദൈവ സാന്നിധ്യം എല്ലായിടവും ഉണ്ട്. The presence of God is everywhere. സർവ്വഭൂമിയിലും അവന്റെ സാന്നിധ്യമുണ്ട്. The whole earth has His presence. ആമേൻ. വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയുടെയും അകത്ത് അവൻ ജീവിക്കുകയാണ്. And He lives in every born again person. നമ്മുടെ മേൽ അവന്റെ സാന്നിധ്യമുണ്ട്. His presence is upon us. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. When we gather together, His presence is in the midst of us. അതെല്ലാം പ്രൈമറി പ്രോമിസസ് ആണ്, തുടക്കത്തിലുള്ള വാഗ്ദത്തമാണ്. These are one of the primary promises. എന്നാൽ നാം കർത്താവിനെ സ്നേഹിച്ച് But when we love the Lord അവന്റെ വചനങ്ങളെല്ലാം and keep അനുസരിക്കുമ്പോൾ all His commandments, പിതാവ് നമ്മെ പ്രത്യേകം the സ്നേഹിക്കും. Father Himself will especially love us. അങ്ങനെ പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ താമസിക്കും. And the Father and the Son will come and dwell with us. അത് സാധാരണ ഒരു സാന്നിധ്യമല്ല. It's not a presence as normal. അവന്റെ ഷെക്കീന ഗ്ലോറി, കാബോദ്, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി നമ്മിൽ വസിക്കും, നമ്മുടെ മധ്യത്തിൽ വസിക്കും. But it is talking about the glory of God, the Shekinah glory of God that will come and dwell in us. നമ്മുടെ പ്രാർത്ഥന അതിനു വേണ്ടിയാ. This is our prayer. അപ്പൊ അതിൽ നാം ജാഗരിച്ചു കൊണ്ടിരിക്കണം. Now we need to be watchful in it. നമ്മൾ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. Our aim should not waver. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നവരാണ്, We are people who pray പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. and we are in continuous പക്ഷെ prayer. അതിൽ തന്നെ നമ്മൾ ജാഗരിച്ചു കൊണ്ടിരിക്കണം. But now we need to be watchful in our prayers. എപ്പോൾ വരെ? Till when? ആ പ്രാർത്ഥനയുടെ മറുപടി പ്രത്യക്ഷമായി നമ്മളിൽ വെളിപ്പെടുന്നത് വരെ നാം പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കണം. We need to continue watchful in prayer till we receive the answer we prayed for in a manner which is revealed in us. ചിലപ്പോൾ നമുക്ക് പരസ്പരം നമ്മൾ അന്യോന്യം ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. Now we have a need to encourage and edify one another. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ, ഇതിന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും I ചെയ്യാം. pray and desire in the Spirit that the Holy Spirit will stir up and give us this desire in our heart. അപ്പോൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നാം ആത്മബോധത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. So we need to be in the Spirit conscious at all times if we need to pray always in the Spirit. ദൈവം ഇടപെട്ട ഒരു വാക്യം കൂടെ വേറെ വായിക്കുകയാണ്. And I would like to read one more scripture which the Holy Spirit നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യം. is also very familiar. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 1 Corinthians chapter 6 അതിൻ്റെ 19-ാം വാക്യം. verse 19. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 Corinthians chapter 6 verse 19. Or do you not know that your body is the temple of the Holy Spirit who is in you, whom you have from God, and you are not on your own? ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരിക്കുന്നു. The Spirit of God is in us. നമ്മളൊരു 1000 തവണയെങ്കിലും ഇത് കേട്ടിട്ടുണ്ട്. Right now we have heard this like around 1,000 times. 1000 കണക്കിന് തവണ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. And we also have prayed 1,000 times. ഒത്തിരി തവണ പ്രസംഗിച്ചിട്ടുണ്ട്. And we also have preached this a lot of times. അതല്ല വിഷയം നമ്മുടെ. But that's not our matter here. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുതിയ അറിവുകൾക്ക് വേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്. As I said, we are not seated here to receive new knowledge. കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. But our aim in this moment at this time is to be receiving the revelation at a part of our life what we already heard. അതായത് പുതിയ ഉടമ്പടി സഭയുടെ എല്ലാ ഉപദേശങ്ങളും, അത്യാവശ്യമായ എല്ലാ ഉപദേശങ്ങളും, അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ അറിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. God has already given us all the doctrines of the new covenant to us, its knowledge and wisdom. നിത്യതയെക്കുറിച്ചുള്ള നല്ല വെളിപ്പാട് നമ്മുടെ അകത്തുണ്ട്. We already have a great deal of
revelation concerning the eternal life. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്കുണ്ട്. We have good convictions of the teachings of Christ. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. And we also have great knowledge about the doctrines of the apostles. ഹല്ലേലൂയ. Hallelujah. ഇനി നമ്മൾ ഉപദേശത്തിലേക്ക് പോവുകയല്ല. Now we are not going to the doctrines. കേട്ട സകല വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. But now the Holy Spirit is giving us growth to the state where we are experiencing the revelation knowledge of what we already heard. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ 40 days ഫാസ്റ്റിങ്ങിൽ ദൈവം തന്ന 3 പ്രധാന ശബ്ദങ്ങളുണ്ട്. So there was 3 main voice the Holy Spirit gave us this last 40 days of fasting. അതിൽ ഒന്നാമത്തേത് നമ്മുടെ അകത്തുള്ള സകല ദുർനിക്ഷേപങ്ങളെയും നീക്കം ചെയ്യുന്ന കാര്യമാണ്. The first point was to remove all our evil treasure from within us. അതായത് ആദമിൽ നിന്നും അല്ലെങ്കിൽ ആദമും പിശാചും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ അകത്തേക്ക് വന്നിരിക്കുന്ന ഒരു വലിയ കൂട്ടം ദുർനിക്ഷേപങ്ങളുണ്ട്. That is the things, the evil treasures which has come in us from the joining of Adam and Satan. Amen. Amen. അത് നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. It is remaining in us. അത് മുഴുവനും നമ്മിൽ നിന്ന് മാറ്റുകയാണ്. Now he is removing all of that from us. അത് നിയമപരമായി ക്രൂശിൽ മാറ്റിയിട്ടുണ്ട്. Is legally removed on the cross. ക്രൂശിൽ എല്ലാത്തിനും പരിഹാരം All വരുത്തിയിട്ടുണ്ട്. the solution has happened on the cross. ഇനി ആദമിന്റെയും പിശാചിന്റെയും ഒരു പ്രോഡക്റ്റുകൾക്കും നമ്മിൽ സ്ഥാനമില്ല. Now there is no more claim that the products of Satan and Adam has upon us. പക്ഷെ അത് അനുഭവിക്കുവാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. But now to experience that, the Holy Spirit is training us. പഴയ മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിക്കും നമ്മൾ സ്ഥാനമില്ല. There is no claim or place in us which the all things can have on us. നമ്മുടെ ജഡത്തിന് നമ്മൾ ജഡത്തിന്റെ ഒരു പ്രവൃത്തിക്ക് നമ്മൾ സ്ഥാനമില്ല. The flesh has no more claim on us. ലോകത്തിന്റെ യാതൊരു മോഹത്തിനും നമ്മൾ സ്ഥാനമില്ല. No lust of the world has a claim on us. ജഡത്തിന്റെ ഒരു മോഹത്തിനും നമ്മൾ സ്ഥാനമില്ല. The flesh has no more claim on us. പാപത്തിന്റെ ഒരു ശക്തിക്കും നമ്മൾ സ്ഥാനമില്ല. No power of sin have claim on us. പിശാചിന്റെ ഒരു തന്ത്രങ്ങൾക്ക് നമ്മൾ സ്ഥാനമില്ല. No trick of the Satan has a authority on us. പിശാചിന്റെ ഒരു പ്രോഡക്റ്റുകൾക്ക് നമ്മൾ സ്ഥാനമില്ല. No products of Satan has any more place in us. അതെല്ലാം ഒടുക്കത്തെ ആദാമിൽ അവസാനിച്ചിരിക്കുക. All that has been ended by the second Adam. ഒടുക്കത്തെ ആദാം അതിനെല്ലാം പരിഹാരം വരുത്തിയിരിക്കുക. The last Adam have made a solution for all this. എന്നിട്ട് ഒടുക്കത്തെ ആദാം രണ്ടാമത്തെ മനുഷ്യനെ മാറ്റപ്പെട്ടു. And the last Adam became the second man. ആ രണ്ടാം മനുഷ്യന്റെ പാരമ്പര്യമാണ് ഇന്ന് എനിക്കുള്ളത്. Now I have the heritage or the heritage of the second man. ആ രണ്ടാം മനുഷ്യന്റെ പാരമ്പര്യമാണ് പരിശുദ്ധാത്മാവ് എന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. And now the heritage of the second man is what the Holy Spirit is bringing into my life. Amen. Amen. മനസ്സിലായില്ല? ക്രൂശിൽ നിവർത്തിച്ച ഈ മർമ്മങ്ങളൊക്കെ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. Everything that was accomplished on the cross, the Holy Spirit is the one who brings it into our life. Amen. പഴയ ഒന്നാമത്തെ ആദാമിന്റെയും പിശാചിന്റെയും സകല പ്രോഡക്റ്റുകളെയും നമ്മുടെ അകത്ത് നിന്ന് എടുത്ത് കളയുന്നത് പരിശുദ്ധാത്മാവാണ്. The Holy Spirit is the one who removes from us all the products of the first Adam and of Satan. രണ്ടാം മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ സകല നന്മകളും നമ്മിൽ പ്രവർത്തനക്ഷമമാക്കുന്നത്, നമ്മിൽ നിറയ്ക്കുന്നത്, നമ്മിൽ ആക്ടിവേറ്റ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit is the one who fills us and activates in us all the blessings of the heritage of the second man. ഹല്ലേലൂയ. Hallelujah. അതിന് ദൈവത്തിന്റെ കൃപയെന്ന. This is his name is God's grace. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് കൃപയുടെ ആത്മാവെന്ന് പേരിട്ടിരിക്കുന്നത്. And that's why the Bible calls the spirit of grace. ഈ ക്രൂശിന്റെ സകല നന്മകളും ക്രിസ്തുവിലുള്ള സകല നന്മകളും സകല കൃപകളും നമ്മിലേക്ക് നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit is the one who fills us or brings to us all the blessings and promises which is in Christ. നമ്മുടെ അകത്തുള്ള സകല ദുർനിക്ഷേപങ്ങളെയും ആത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുക. So now the Holy Spirit is removing from us all the evil treasure. യേശുവിന്റെ സകല നന്മകളും നമ്മിൽ നിറച്ചുകൊണ്ടിരിക്കുക. And he's filling us with all the blessings of Christ. അതിന് നാം ആത്മാവിന് ഇടം കൊടുക്കണം. ഓരോ നിമിഷവും ആത്മാവിന് ഇടം കൊടുക്കണം. For this purpose we need to always give place to the Holy Spirit in our heart. അതോടെ മൂന്നാമത്തെ പോയിന്റ് ആത്മ തന്നത്
ഇനി ജഡത്തിലല്ല, നാം ആത്മാവിൽ നടക്കണം. Now the next point the Holy Spirit gave is that we should no longer walk in the flesh but walk in the spirit. കഴിഞ്ഞ നാളുകൾ നാം 24 മണിക്കൂറും ജഡത്തിൽ നടന്നവരായിരിക്കാം. Maybe we were ones who were walking in the flesh 24 hours. വല്ലപ്പോഴും കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ ആരാധന ഒക്കെ ജഡത്തിലായിരിക്കാം. And when we come together we may have given up thanksgiving, praises and prayers in the flesh. അതെല്ലാം കർത്താവ് മാറ്റിയിട്ട് But now the Lord is moving all of that ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. and is shifting us from the flesh to the spirit. ആമേൻ. Amen. നമ്മൾ ജഡത്തിൽ നടക്കുന്ന സമയങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. We are reducing the time, decreasing the time we are spending in the flesh. ആത്മാവിൽ നടക്കുന്ന സമയങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. And we are increasing the times we are spending, we are living in the spirit. ഇത് വലിയ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. This is a very deep thing. നിങ്ങൾ ജഡത്തിലാണോ ആത്മാവിലാണോ? Are you in the flesh or are you in the spirit? ഇതിന് മധ്യത്തിൽ വേറൊരു സ്ഥാനമില്ല. There is no place in between them. ഒന്നുകിൽ നിങ്ങൾ ആത്മാവിൽ അല്ലെങ്കിൽ ജഡത്തിലാണ്. Either you are in the flesh or you are in the spirit. ആമേൻ. അതിന് മധ്യത്തിൽ മറ്റു സ്ഥാനമൊന്നുമില്ല. There's no state in between them. ഒന്നുകിൽ ജഡത്തിൽ Either you are in the flesh അല്ലെങ്കിൽ ആത്മാവിൽ. or you are in the spirit. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ എവിടെയാ എപ്പോഴാണ് ആത്മാവിൽ, എവിടെയാണ് ജഡത്തിൽ, എവിടെയാണ് ആത്മാവിൽ. Now we are in the process of learning how to, when we are in the flesh and when we are in the spirit. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ The പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. Holy Spirit is the one who's teaching us. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജഡത്തിൽ നടക്കുന്ന സമയങ്ങൾ കുറച്ച് അത് 0 ലെവലിൽ കൊണ്ടുവരണം. What you're learning now is to decrease, keep decreasing the time you're spending in the flesh and bring it to zero level. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നടക്കുന്ന ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. And the Lord is shifting us to a life that we are living, we are walking in the spirit 100% of the time. ഇതിൻ്റെ മധ്യത്തിൽ നാം കണ്ടൊരു പോയിന്റാണ്, ഇതെല്ലാം നമ്മിലൊന്ന് ആക്ടിവേറ്റ് ആകണമെങ്കിൽ, പ്രവർത്തനക്ഷമമാകണമെങ്കിൽ നമ്മുടെ അകത്ത് ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ശ്രേഷ്ഠമേറിയ ഒരു വിശ്വാസം വേണം. And between all of this we saw that the most important thing for all of this to happen in our life is that we need to have the finest of faith. അതായത് ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, ശിശു സഹജമായ ഒരു വിശ്വാസം വേണം. It means we need to have a child-like faith. അതും തരുന്നത് ഈ പരിശുദ്ധാത്മാവാ. The Holy Spirit is the one who gives us this also. അതുകൊണ്ട് അവൻ്റെ പേര് വിശ്വാസത്തിൻ്റെ ആത്മാവെന്ന. And that's why his name is the Spirit of faith. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അകത്ത് ഈ പറയുന്ന ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്തോ ചൈൽഡ് ലൈക്ക് ഫെയ്ത്തോ ഒന്നും കാണുന്നില്ല. When I looked into myself, I did not find this finest of faith or this childlike faith. പക്ഷേ ഞാൻ കണ്ടു അതെല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. But I saw all these things are in the Holy Spirit. അതുകൊണ്ട് അവനെ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ ആത്മാവെന്ന. So he is called the Spirit of faith. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന്റെ ആത്മാവിന് നമ്മുടെ അകത്ത് ഇടം കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ അകത്ത് വിശ്വാസം തരാൻ തുടങ്ങും. So when we give space to the Holy Spirit in our heart, to the Spirit who is faith, he will give us faith. ഈ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. All these things we spoke now, it has to work in our heart in faith. ക്രൂശിന്റെ സകല വചനങ്ങളും ക്രൂശിന്റെ സകല പ്രവൃത്തികളും നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. All the work which was established or completed on the cross, it has to work in our lives through faith. തുടർന്ന് അത് നമ്മുടെ അകത്ത് അനുഭവമാകാൻ തുടങ്ങും. And gradually it will become experience in our life. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുകയാണ്. The Holy Spirit is in us. നമ്മുടെ കുഴപ്പം, നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നവരാണ്. Our problem is that when we gather together, we seek for the Holy Spirit. സഭയായി ഞായറാഴ്ച കൂടി വരുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യം അന്വേഷിക്കുകയാണ്. When we gather together as a church on Sundays, we search for the Holy Spirit. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കുകയാണ്. When we gather here every day for prayer, we are searching for the Spirit of God. ചിലപ്പോൾ പറയും ഇന്ന് സാന്നിധ്യം ഉണ്ടായിരുന്നു, സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. We usually say today I experienced the Spirit of God. അല്ലെ പറയും ഇന്ന് സാന്നിധ്യമില്ല, ഭയങ്കര
ഭയങ്കര ഡ്രൈനസ് ആയിരുന്നു. Or as we'll say, today there was no presence, I was feeling so dry. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. They are truths. എന്നാൽ വചനം അങ്ങനെ പറയല്ല. But the scripture does not say that. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. The Holy Spirit is dwelling in us. നിങ്ങൾ സഭയിൽ വന്നാലും സഭയിൽ വന്നില്ലെങ്കിലും എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം നിങ്ങളിലുണ്ട്. Even if you come to church or not come to church, the Spirit of God is always dwelling in you. അല്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച തൊട്ട് സഭയിൽ വരേണ്ടതാനും പറഞ്ഞേക്കരുത്. So nobody say we don't have to come to church next Sunday. അങ്ങനെ ധാരണ പലർക്കുണ്ട്. There are people who have that kind of knowledge. സഭ കൂടി വരവിന് വലിയ പ്രാധാന്യമുണ്ട്. There's great importance for us to gather as a church. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. The meaning of what I'm saying is ദൈവ സാന്നിധ്യം 24/7 നിങ്ങളുടെ അകത്തുണ്ട്. the Spirit of God is in you, is dwelling in you 24/7. നിങ്ങളുടെ മേലുണ്ട്. And He is upon you. നിങ്ങളുടെ കൂടെയുണ്ട്. And He is with you. ഹലോ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. We all know these things. പക്ഷെ ആ ബോധം നമുക്കില്ല. But we lack the conviction. ആമേൻ. നമ്മുടെ പോയിന്റ് ആത്മബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. Our point is we need to come into the Spirit conscious. വചനം നമുക്കറിയാം, അതല്ല ചോദ്യം. We know the word, but that is not the question here. ആത്മബോധത്തിലാണോ നാം ജീവിക്കുന്നത്? The question is, are you living in the Spirit conscious? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതായത് 24/7 നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാം. You can experience the presence of God 24/7. ഒരു കൂട്ടായ്മയുടെ ആവശ്യമില്ല. You don't need to gather in a group. അതിന് സഭയിൽ വരേണ്ട ആവശ്യമില്ല. You don't need to come to the church for that. നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. Nobody needs to pray for you. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. The Spirit of God is dwelling in you. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയാണ്. The Holy Spirit is dwelling upon you. നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്, And നടക്കുകയാണ്. the Holy Spirit of God is walking with you. ആ ദൈവം നമുക്ക് തന്ന സവിശേഷമേറിയ ഒരു അനുഗ്രഹമാണ്. This is a great blessing God has given us. പക്ഷേ ആത്മബോധത്തിൽ നാം ജീവിക്കാത്തത് കൊണ്ട് നമ്മുടെ അകത്തും നമ്മുടെ മേലും നമ്മുടെ കൂടെയും നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. But we are not able to experience the presence of Holy Spirit who is living in us, upon us and walking with us because we are not living in the Spirit conscious at all times. ആമേൻ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? Are you with us? ഇന്നത്തെ ഈ വചന കേൾവിയിലൂടെ നമ്മുടെ ബുദ്ധി തുറന്നു വരണം. Our mind should be open through the hearing of this word. ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. All these things are related to our mind. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ മനസ്സിനെ കലക്കുക, ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. The greatest trick of Satan is to disturb our mind. ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. And the greatest battles are fought in the mind. രണ്ട്, നമ്മുടെ വികാരങ്ങളിലാണ്. Secondly, in our emotions. നമ്മുടെ മനസ്സും വികാരവും സ്വസ്ഥമല്ലാത്തത് കൊണ്ട് നമ്മുടെ അകത്തും നമ്മുടെ മേലും നമ്മുടെ കൂടെ നടക്കുന്ന ഇത്ര വലിയവനായ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. We are not able to experience the presence of this great God who is in us and with us and upon us because we are disturbed in our mind and in our emotions. Amen. നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ലെന്ന്. Our mind is not at rest. നമ്മുടെ വികാരങ്ങൾ സ്വസ്ഥമല്ല. There is no rest in our emotions. പലപ്പോഴും അഗ്നി മല പോലെ അല്ലെങ്കിൽ ലാവ പോലെ നമ്മുടെ അകത്ത് തിളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And most times our inside is like a burning lava. പിശാച് അതിന് തക്കതായ പ്രവർത്തികളെ നമ്മുടെ ചുറ്റും കൊണ്ടുവെക്കുകയാണ്. And Satan is always working around us to put us in this state. അതവന്റെ തന്ത്രങ്ങളാണ്. These are his tricks. നമ്മുടെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുക തന്ത്രങ്ങൾ. The tricks to disturb our mind. നമ്മുടെ അകത്ത് ടെൻഷൻ കൊണ്ടുവരിക, ഭയം കൊണ്ടുവരിക. To bring fear and tensions in our heart. നമ്മുടെ വികാരങ്ങളെ കലക്കുക. He's stirring up our emotions. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. That's why we are not able to experience the presence of God. ഈ സങ്കീർത്തനം 23 നമുക്ക് എല്ലാവർക്കും അറിയാം. We know the chapter 23 of Psalms. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളല്ല.
I'm not saying anything out of any preparations. പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ മാത്രം ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. I'm trying to speak only the words which the Holy Spirit is സങ്കീർത്തനം speaking. 23 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സങ്കീർത്തനമാണ്. We are very familiar with book of Psalms chapter അവിടെ 23. പറയാണ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. It is written here, Verse 3. He restores my soul. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. He restores my soul. എൻ്റെ പ്രാണനെ എന്ത് ചെയ്യുന്നു? സ്വസ്ഥമാക്കുന്നു. He is giving peace in my soul. പീസ് അല്ല, റെസ്റ്റോർ. He is restoring my soul. നമ്മുടെ പ്രാണനിൽ, നമ്മുടെ സോളിൽ, നമ്മുടെ വികാരങ്ങളിൽ കലങ്ങി മറിയുന്ന അനുഭവം എല്ലായ്പ്പോഴും ഉള്ളത്. We always have an experience of disturbance and problems in our soul. പക്ഷെ കർത്താവ് അതിനെ സ്വസ്ഥമാക്കുക, തണുപ്പിക്കുക. But the Lord is restoring us. തൊട്ടു മുകളിലുണ്ട് ബാക്കി 2 സെക്കൻഡ് പാർട്ട്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. We read in the earlier scripture, He leads me beside the still waters. സ്വസ്ഥത, സ്റ്റിൽ വാട്ടർ, In the സ്വസ്ഥത. stillness or the still waters. പ്രാണനെ തണുപ്പിക്കുന്നു. He's restoring my soul. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Your rod and your staff, they comfort me. ആശ്വസിപ്പിക്കുന്നു, They comfort me. തണുപ്പിക്കുന്നു, Restores. സ്വസ്ഥതപ്പെടുത്തുന്നു. He's restoring our soul. ഈ ഒരു അനുഭവം ഉണ്ടെങ്കിലേ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. Only if we have this experience is when we can experience this presence of the Spirit who is dwelling in us. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. അപ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മിൽ ഇരിക്കുകയാണ്. So now the Holy Spirit is dwelling in പറയാ, us. നമ്മുടെ ഈ ശരീരം അവൻ്റെ ആലയമാണ്. And He says this body of ours, it's His temple. ആമേൻ. നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. Our body is the temple of the Holy Spirit. എന്നിട്ട് അവിടെ നമ്മെ ബോധപ്പെടുത്താൻ നേരെ അങ്ങ് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ഉണ്ടാക്കിയ ആ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. And it is directing our attention to the tabernacle the people of Israel built for God in the wilderness. ദൈവം 40 വർഷങ്ങൾ ഇസ്രായേൽ മക്കളുടെ നടുവിൽ ആ കൂടാരത്തിനകത്ത് താമസിച്ചു. God dwelt in that tabernacle among the people of Israel for 40 years in the wilderness. ആ സാന്നിധ്യം ജനത്തിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം. The multitudes could see that presence with their naked eyes. പകലിൽ ഒരു മേഘസ്തംഭമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനെ പൊതിഞ്ഞ് നിറഞ്ഞിരിക്കുക. In the daytime, the cloud, as a pillar of cloud, it covered the glory of God. രാത്രിയിൽ അഗ്നി തൂണ് അതിനകത്തുണ്ട്. And in the night, there was a pillar of fire in that tabernacle. ജനം നോക്കുമ്പോൾ രാത്രി മുഴുവനും തീ ആളി കത്തുന്നത് പോലാണ് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടത്. When the people looked in the night towards the tabernacle, they saw the presence of God as a burning pillar of fire. 40 വർഷങ്ങൾ For 40 years, അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണുകയാണ്. they were seeing the presence of God with their own eyes. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൂടാരം, That is the name, the tabernacle of God, ദൈവത്തിൻ്റെ മന്ദിരം, the temple of God, ദൈവത്തിൻ്റെ ആലയം. the temple of God. ഹല്ലേലൂയ. എടാ, നേരെ പുതിയ ഉടമ്പടിയിൽ വരുമ്പം പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. And when it comes to the New Testament, it says your body is the temple of the Holy Spirit. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ കൂടാരമാണ് Your body is the temple of God. എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. But when it is written like, we don't feel anything. നമ്മൾ കേട്ടും വായിച്ചങ്ങ് പോവുക. We just hear, we read, and we go എന്താ on with കാരണം? our എന്താ life. കാരണം? What is the reason? നമ്മൾ ആത്മബോധത്തിൽ ജീവിക്കുന്നില്ല. We are not living in the spirit conscious. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ബുദ്ധിയെ തുറക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുക. I desire that today Holy Spirit will open our minds. അങ്ങനെ തുറന്നാൽ നമ്മുടെ ജീവിതം മാറി മറിയപ്പെടും. If He opens our mind, our life will be turned over. ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ മരുഭൂമി യാത്രയിൽ
ആയിരക്കണക്കിന് കൂടാരങ്ങളുണ്ട്, ആയിരക്കണക്കിന് കൂടാരങ്ങൾ. In the journeys of the children of Israel through the wilderness, there was thousands of tents around. അവരുടെ സ്വന്തം കൂടാരങ്ങളിൽ അവർ ഇഷ്ടം പോലെ ജീവിക്കും. They live as however they please in their own tents. വഴക്കുണ്ടാക്കും, പിറുപിറുക്കും, They murmur and they fight each other. തമ്മിൽ തല്ലും ബഹളം വെക്കും. There was quarrels and fightings among them. എന്നാൽ അവരെ പാളയത്തിന്റെ മധ്യത്തിലുള്ള കൂടാരത്തെ കാണുമ്പോൾ അവരുടെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങും. But when they see that tabernacle in the midst of that congregation, they will shiver in their knees. അവൻ ആ കൂടാരത്തിന് അടുത്ത് വരുമ്പോൾ ഭയം വർദ്ധിക്കും. When they draw near to the tabernacle, their fear will increase. എല്ലാത്തിൻ്റെ പേര് കൂടാരമെന്ന ടെന്റ് എന്ന രണ്ടിൻ്റെയും പേര്. The name of both those houses is tent. അവന്റെ സ്വന്തം കൂടാരത്തിൽ സ്വന്തം ടെന്റിൽ അവൻ ഇഷ്ടം പോലെ ജീവിക്കും. In his own house, in his own tent, he lives as he please. എന്നാൽ പാളയത്തിന്റെ മധ്യത്തിലുള്ള കൂടാരത്തെ കാണുമ്പോൾ അവന്റെ മുട്ട് പറയ്ക്കും. But when he sees the tent in the middle, he will shiver in his knees. അതിന്റെ അടുത്തോട്ട് വരുമ്പോൾ അവൻ ഭയക്കാനും വിറയ്ക്കാനും തുടങ്ങും. And when he approaches that tent, he will tremble with fear. കാരണം സർവശക്തനായ ദൈവത്തിന്റെ യഹോവയാം ദൈവത്തിന്റെ തേജസ് അഥവാ ആത്മാവ് അതിൽ വസിക്കുകയാണ്. Because the glory of God, the Spirit of God is dwelling in that tent. Amen. ഭൂമിയിലുള്ള ദൈവത്തിന്റെ ഗ്ലോറിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. The name of the glory of God on the earth, his name is Holy Spirit. Hallelujah. 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 ഇന്ന് ഭൂമിയിൽ ചലിക്കുന്ന ദൈവ തേജസ്സിന്റെ മറ്റൊരു പേരാണ് the spirit of glory, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. The other name of the glory of God which is working on this earth is the name Spirit of glory. പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേരാണ് തേജസ്സിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് അല്ലെങ്കിൽ spirit of glory. The other name of the Holy Spirit is the Spirit of glory. ഇതേ ആത്മാവാണ് അന്ന് സമാഗമന കൂടാരത്തിൽ ആവസിച്ചത്. This same Spirit is the one who was dwelling in that tabernacle. അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ അകത്ത് വസിക്കുന്നത്. And that same Spirit is the one who is dwelling in us. ഹല്ലേലൂയ. Hallelujah. പക്ഷെ നമുക്കൊരു ബോധമില്ല. But we don't have any consciousness of this. പണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലാസ്റ്റ് സെഞ്ചുറിയിൽ In the last century, ഒരു അഭിഷക്തന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരാൾ ഇങ്ങനെ പ്രസംഗിച്ചു. there was a man who preached in a place. Okay, a person preached in the funeral of a servant of God. ശരി, ബറിയല്ല, ആ അഭിഷക്തന്റെ ശവശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെ പറഞ്ഞു? When they were taking the body to the burial place, he said like this. അവർ ആ ശരീരത്തെ പെട്ടെന്ന് വേഗത്തിൽ കൊണ്ടുപോയി. They were quickly carrying that body. അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യണം. He said to them to wait. നിങ്ങൾ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ 70 വർഷമായി പരിശുദ്ധാത്മാവ് താമസിച്ച മന്ദിരത്തെയാണ്. He said to them, you're carrying a body that was carrying the Spirit of God for the last 70 years. കേട്ടോ നിങ്ങൾ? Are you hearing? കഴിഞ്ഞ 70 വർഷങ്ങളായി പരിശുദ്ധാത്മാവ് താമസിച്ച വിശുദ്ധ മന്ദിരമാണ് ഈ ശരീരം. This body is a temple of Holy Spirit where he dwelt for 70 years. ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ എന്തിനാ ഒരു വ്യക്തിയുടെ ആ ഡെഡ് ബോഡിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? Why do we give importance or value to the dead body? നമ്മുടെ ക്രിസ്ത്യൻ കൺസെപ്റ്റ് പറയാം എന്തിനാണ്? According to Christian concept, why? പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 70 വർഷം 80 വർഷമായി താമസിച്ച ഒരു ശരീരമാണിത്. Because that body is a temple of Holy Spirit where he dwelt for around 70 or 80 years. നമുക്ക് ഇന്ന് അതിന്റെ ബോധം വരണം. We need to have this conscious today. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് താമസിക്കുക. The Holy Spirit is dwelling in us. ആ ഒരു വെളിപ്പാട് ഉണ്ടാകട്ടെ. We need let that be a revelation in us. ആ ഒരു ബോധം നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ. Let us have a conviction. അത് ഉണ്ടായി കഴിഞ്ഞാൽ If that happens, നമ്മൾ എല്ലായ്പ്പോഴും അവനെ കേൾക്കാൻ തുടങ്ങും. we will begin to hear him every time. അതിന്റെ പേരാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. It is to walk, to listen to Holy Spirit and walk at all times. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ.
Those who walk according to the Spirit are the child, are the son and the daughter of God. വീണ്ടും ജനിച്ചവന്റെ പേരാണ് ക്രിസ്തുവിൽ ശിശുക്കൾ. The one who has been born again, his name is a babe in Christ. മലയാളത്തിൽ വ്യത്യസ്ത പദമല്ല, ഇംഗ്ലീഷ് വ്യത്യസ്ത പദമുണ്ട്. ചിൽഡ്രൻ ആൻഡ് സൺസ്. ചിൽഡ്രൻ കുഞ്ഞുങ്ങളാണ്, സൺസ് മക്കളാണ്, പ്രായപൂർത്തിയ മക്കളാണ്. There is difference of terms in English but not in Malayalam. Children are shishukals and the sons are the matured children of God. Amen. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരെല്ലാവരും ദൈവത്തിന്റെ ശിശുക്കളാണ്. Everyone who have received Christ, they are infants in Christ. Amen. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ, sons and daughters. But those who live according to the Spirit, they are the sons and daughters of God. Amen. നിങ്ങൾ ദൈവത്തിന്റെ ശിശുക്കളാണോ പ്രായപൂർത്തിയായ മക്കളാണോ? Are you a child in Christ or are you a son in Christ? Matured son. A matured son. വചനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. The word is very clear on this matter. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. Those who walk according to the Spirit, they are the sons of God. Hallelujah. 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 അതിനാദ്യം നമുക്ക് വരേണ്ട ബോധം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെന്നുള്ളതാണ്. First of all, we need this consciousness or this conviction that the Holy Spirit is with us, in us. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. If that is so, then we will be able to hear his voice at all times. ദൈവശബ്ദത്തിനു വേണ്ടി നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. You don't have to go anywhere to hear his voice. ദൈവശബ്ദം നമ്മുടെ അകത്തുണ്ട്. The voice of God is in you, in us. പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ശബ്ദം വരുന്നത്. But the problem is the voice is not according to our expectation. നമ്മൾ എപ്പോഴും നമ്മുടെ ചെവിക്ക് പുറകിൽ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. What we are desiring is to hear a voice behind our ears. അങ്ങനെ അവൻ സംസാരിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. I'm not saying he will not speak to you in that അതല്ല manner. അവന്റെ പാറ്റേൺ, But രീതി that is അങ്ങനെയല്ല. not his pattern. നമ്മുടെ അകത്താണ് അവൻ സംസാരിക്കുന്നത്. He speaks from within us. അവന്റെ സംഭാഷണം എല്ലായ്പ്പോഴും നമ്മുടെ അകത്തുണ്ട്. His conversations are always in us. അതൊരിക്കലും അവസാനിക്കുന്നില്ല. There's no end to that. ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ പെൺമക്കളെ പോലാണെന്ന്. I think of the Holy Spirit as if he's like one of my daughters, all of my daughters. ഇപ്പം ഷേബയെക്കുറിച്ച് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആണ്, നോൺ സ്റ്റോപ്പ് സംഭാഷണമാണ്. If I say about Sheba, she's a non-stop talkative. ഇന്നലെ വൈകിട്ട് ഒരു കഥ പറഞ്ഞു. Yesterday spoke a story yesterday. ഞാൻ പറഞ്ഞു മതി, എനിക്ക് ഉറങ്ങണം. I said it's enough, I need to sleep. അപ്പോൾ മോൾ അവിടെ ഒരു കോമ ഇട്ടു. Then my daughter will put a comma there. നാളെ വരുമ്പോൾ എവിടെ കോമ ഇട്ടോ അവിടെ വീണ്ടും ആരംഭിക്കും. And tomorrow when she comes, where she put comma, she will resume. എൻ്റെ ഭാര്യ അങ്ങനെയാണ്. My wife is also like that. എൻ്റെ ഗതി നിങ്ങൾ ഓർത്താൽ മതി. So you can imagine my state. നോൺ സ്റ്റോപ്പ് ടോക്കാണ്, നോൺ സ്റ്റോപ്പ് ആണ്. The talk is non-stop. പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. Holy Spirit is always talking with us non-stop. അത് ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. There's no end to that. ആമേൻ. വചനം അങ്ങനെ പറഞ്ഞിരിക്കുക. The word is very clear. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. The Holy Spirit is continuing his conversation in us. കഴിഞ്ഞ അങ്ങേ ആഴ്ചയിൽ നമ്മുടെ പ്രസംഗം കേട്ട ഒരു അഭിഷിക്തൻ എനിക്ക് മെസ്സേജ് ഇട്ടു. There was a minister of God who sent me a message after hearing a Sunday message, previous Sunday message. ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഏത് ധരിക്കണ്ട എന്ന് ആത്മാവ് നമ്മോട് പറയും. I said the Holy Spirit will tell us what to wear and what not to wear. അപ്പോൾ അത് പുള്ളി സങ്കടമായി. And so he became sad after പുള്ളി ഒരു hearing വലിയ that. നീണ്ട മെസ്സേജ് എനിക്ക് ഇട്ടു. And he sent me a long message. ഞാൻ അതിൻ്റെ തുടക്കം മാത്രം കേട്ടു, അങ്ങ് ഓഫാക്കി. I just listened to the beginning and I offed it. പിന്നെ കേൾക്കാൻ എനിക്ക് നിയോഗമുണ്ടായില്ല. I did not feel any guidance to hear the rest of it. അദ്ദേഹം പറഞ്ഞ ആശയം മൊത്തം എനിക്ക് മനസ്സിലായില്ല. So I did not understand his point. കാരണം കേൾക്കാൻ എനിക്ക് നിയോഗമില്ല, അതുകൊണ്ടാണ്. Because I do not have the guidance to listen to that. അദ്ദേഹം എൻ്റെ പ്രസംഗം കേട്ടിട്ട് പുള്ളിക്ക് സങ്കടമായി. He became sad after hearing my message. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ ആത്മാവിൻ്റെ കാര്യമല്ലേ പറയത്തുള്ളൂ. He asked the Holy Spirit, does he not talk about the things related to our inner person? നമ്മുടെ പുറത്തെ കാര്യങ്ങൾ ആത്മാവ് പറയത്തില്ല. The Holy Spirit does not talk to us concerning our outward man. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് സകല കാര്യങ്ങളെയും കുറിച്ചും
ആത്മാവ് നമ്മോട് പറയും. But what I understand is the Holy Spirit will tell us, speak to us concerning all matters. എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത്, What to wear and what not to wear. എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, What to buy and what not to buy. എത്ര ചിലവാക്കണം, എത്ര ചിലവാക്കരുത്. How to spend and how much to spend and how much not to spend. ദൈവമക്കൾക്ക് ആത്മീയവും ഭൗതികവും രണ്ടല്ല. For the children of God, earthly matters and spiritual matters are not divided. നമുക്കെല്ലാം ഒന്നേ ഉള്ളൂ. It's all one for Amen. us. ദൈവമക്കൾക്ക് സ്വർഗത്തിലെ കാര്യം ഭൂമിയിലെ കാര്യം ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. There's no difference between heavenly things and earthly things for a child of God. നമ്മൾ കഴിച്ചാലും ധരിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവരാണ്. If we eat or drink or sleep, we are doing all things for the glory of God. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. The Holy Spirit is talking to us continually. എൻ്റെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ പറയുന്നു, അവൻ നോൺ സ്റ്റോപ്പായി നമ്മോട് സംസാരിക്കുന്നവനാണ്. I say this based on my present understanding that he speaks to us non-stop. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ അകത്ത് വലിയ വലിയ ശബ്ദങ്ങളും മുഴക്കങ്ങളും ഭൂകമ്പങ്ങളും നടക്കുന്നത് കൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല. But we are not able to hear his voice because there's a lot of loud noises and voices and earthquakes going on in us. നമ്മുടെ അകത്ത് ഭയങ്കര ബഹളമാ. It's very noisy in our ഒരു സ്വസ്ഥതയുമാകത്തില്ല. There's no rest in our soul. ചിന്തകളിൽ ഭയങ്കര ബഹളമാ. There's a lot of noise in our thoughts. വികാരങ്ങളിൽ ഭയങ്കര ബഹളമാ. There's a lot of noise going on in our emotions. ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. There's no rest or peace in our അതുകൊണ്ട് heart. പരിശുദ്ധാത്മാവിൻ്റെ വളരെ ചെറിയ അളവിലുള്ള ആ വിസ്പേഴ്സ്, ആ ചെറിയ അളവിലുള്ള ആ നിയോഗങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. That's why we are not able to recognize that small whispers of Holy Spirit or his guidance which is giving in us. അവൻ നമ്മളെ നിയോഗം തരുകയാണ്. He's giving us guidance. അത് ഉച്ചത്തിലുള്ള സംഭാഷണമല്ല. It's not a loud conversation. ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ അത് അവൻ്റെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് ഒരു ജെന്റിൽ പുഷ് ഉണ്ടാകും. When we are going to do something and if it is in his will, he will give us a gentle push to go and do it. അതിന്റെ കൂടെ ദൈവ സമാധാനം കാണും. And along with it we'll experience the peace of God. അടുത്ത സമയം മറ്റൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ നാം ചെയ്യാൻ പോകുമ്പോൾ അവൻ പറയും നോ, ഒരു ജെന്റിൽ പുൾ അകത്ത് കാണും. But when we are going to do something which is not according to his will, he will give us a gentle pull. It's a no for us. അതിന്റെ കൂടെ ചെയ്യാൻ പോയാൽ സമാധാനം നഷ്ടപ്പെടും. And also along with it we will lose the peace of God if we try to do that. Amen. നമ്മൾ ഇങ്ങനെയാണ് ആത്മാവിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയുന്നത്. In this manner we will be able to recognize the movements of the Spirit. സാധാരണഗതിയിൽ ഉച്ചത്തിലുള്ള സംഭാഷണമല്ല. It's not a normal a loud conversation in our ear. ഇതാണ് ആത്മാവിൻ്റെ നിയോഗങ്ങൾ. These are the guidance of the Holy Spirit. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. So the Holy Spirit is in us. അവൻ എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And he is always speaking to us. അത് കേൾക്കുവാൻ അവൻ നമ്മെ ഇന്ന് തുടങ്ങി സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. And he is going to help us from today onwards to listen to his voice. നമ്മുടെ ഹൃദയങ്ങൾ അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. He is healing our hearts. നമ്മുടെ ഹൃദയങ്ങൾ ഒത്തിരി തകർച്ചകളുണ്ട്. Our hearts have a lot of brokenness. ആ തകർച്ചകൾ അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. He is healing all this brokenness. നമ്മുടെ അകത്ത് ധാരാളമായ പിശാചിന്റെ കോട്ടകളുണ്ട്. There's a lot of strongholds of Satan in us. അതിനെ അവൻ തകർത്തുകൊണ്ടിരിക്കുന്നു. Holy Spirit is breaking down those നമ്മുടെ വികാരങ്ങളെ strongholds. സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. He is healing our emotions. നമ്മുടെ ചിന്തകളെ അവൻ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. He is transforming our thoughts. നമ്മുടെ മനസ്സിനെ നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു, He is സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. healing and renewing our mind. നമ്മുടെ ഇച്ഛാശക്തിയെ അവൻ He സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. is healing our willpower. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ He is സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. healing every organ of our body. നമ്മുടെ അകത്തെ ആത്മാവിനെ He is സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. healing our inner person. ഈ സൗഖ്യവും വിടുതലുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ മാത്രം പ്രവൃത്തിയാണ്. All these deliverances and healings are the works of Holy Spirit. അത് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുക. And he is continuously working in us. നമ്മളത് തിരിച്ചറിയണം. We need to recognize that. നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. And we need to be always in submission. സമർപ്പണം ഒരിക്കൽ മാത്രമല്ല, ഓരോ ദിവസവും നടക്കണം. Submission should not be surrender is not a one time thing, but it should happen daily. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കണം. In every minute of our life we need to give up our hearts. നമ്മുടെ ചിന്തകളെ ഏൽപ്പിച്ചു കൊടുക്കണം. We need to submit our thoughts. വികാരങ്ങളെ ഏൽപ്പിച്ചു We കൊടുക്കണം. need to surrender our ഹൃദയത്തെ emotions. ഏൽപ്പിച്ചു കൊടുക്കണം. We need to give up our heart. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. We
need to surrender all the organs of our അവൻ body. സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും, He's continuously healing us. നവീകരിച്ചുകൊണ്ടിരിക്കും, He's transforming us. He's renewing us. വിടുവിച്ചുകൊണ്ടിരിക്കും, And He's delivering us. നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. He's transforming us. അവൻ നമ്മുടെ അകത്ത് വസിക്കും നമ്മെ യേശുവിനെ പോലാക്കാനാ. Why He's dwelling in us to make us like Christ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം നമ്മെ ഇത്തരത്തിൽ സൗഖ്യമാക്കി യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാ. The main aim of Holy Spirit to dwell in us is that He may heal us, that He may transform us and conform us to the image of Christ. അതിനർത്ഥം തേജസ്സിന്മേൽ നമ്മുടെ അകത്ത് തേജസ് പകരാൻ വേണ്ടിയാ. It means that is He may impart to us glory upon glory. നാം ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് അവൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. He's growing us. He's giving us the growth to till we reach glory. ഇനി നമ്മുടെ അകത്ത് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളും നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. From then onwards, we will experience all the blessings of His Spirit, of His presence will be manifesting in our life. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സകല നന്മകളും നമ്മുടെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. All the blessings in the presence of Holy Spirit will be imparted to our life. ഞാൻ നിങ്ങളെ 16-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. I would like to read you a scripture from book of Psalms chapter 16 അതിൻ്റെ 11-ാം വാക്യം. verse 11. അതിൻ്റെ എല്ലാ വാക്യവും വായിക്കുന്നില്ല, ചിലത് മാത്രം. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. 16:11. You will show me the path of life. In your presence is fullness of joy. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. In your presence is fullness of joy. നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. At your right hand are pleasures forevermore. ആമേൻ. Amen. ഈ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ് സന്തോഷം. The speciality of the presence of God is joy. സാധാരണ സന്തോഷമല്ല, സന്തോഷത്തിൻ്റെ പരിപൂർണത. Not just happiness but the fullness of joy. ആമേൻ. മനസ്സിലായില്ല? ദൈവസാന്നിധ്യത്തിൽ ഒരുവൻ ചെന്ന് കയറുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത. Fullness of joy is one of the greatest blessing one receives when he enters the presence of God. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. There is fullness of joy in His presence. അവൻ്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളാണ്. And at His right hand there is pleasures forevermore. ഞാനിപ്പോൾ ആ വചനം വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയല്ല. I'm not going to expound on this scripture. ഇതേ ദൈവസാന്നിധ്യം വഹിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിലുള്ളത്. The same presence of God is what Holy Spirit bears and He's dwelling in us. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. Holy Spirit is the spirit of Father and of the Son. ആമേൻ. Amen. പിതാവിലും പുത്രനിലും എന്തൊക്കെയുണ്ടോ അതെല്ലാം ആത്മാവിലുണ്ട്. Whatever is in the Father and in the Son, it is also in the Holy Spirit. ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. And now the Holy Spirit is in us. അവൻ നമ്മിലൊന്ന് വെളിപ്പെട്ടാൽ നാം ആദ്യം അനുഭവിക്കുന്നത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. If he moves in us, what we first experience is the fullness of joy. നമ്മുടെ പ്രശ്നം വർഷത്തിൽ ഒരിക്കലേ ഇത് അനുഭവിക്കാറുള്ളതാണ്. Our problem is that we experience this once in a year. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ, വർഷത്തിൽ ഒരിക്കലെന്ന്, വല്ലപ്പോഴൊക്കെയാ. It's once in a while is when we experience this. എന്താ കാരണം? Why? നമ്മൾ ആത്മബോധത്തിൽ ജീവിക്കുന്നില്ല. The reason is because we are not living in the spirit conscious. എൻ്റെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് അറിയുന്നില്ല. We are not living in the conviction that our body is the temple of Holy Spirit. ദൈവ സാന്നിധ്യം എൻ്റെ അകത്തുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. I'm not thinking about that the Spirit, the presence of the Holy Spirit is in me. നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ബോധത്തിൽ ജീവിക്കുക. We are just continuing our life in the flesh conscious. നമ്മൾ ആത്മബോധത്തിലേക്ക് മാറിയിട്ടില്ല. We have not yet moved back to the spirit നമ്മൾ അവിടെ conscious. എത്തിയാൽ നമ്മുടെ അകത്ത് സന്തോഷ പരിപൂർണത ഉണ്ടാകും. But if we do reach there, there will be fullness of joy in us. ലോകത്തിന് നിങ്ങളുടെ
കരച്ചിൽ കാണേണ്ട ആവശ്യമില്ല. The world has no need to see your sorrow. ആമേൻ. നിങ്ങളുടെ കരച്ചിലിൻ്റെ പാട്ടുമൊക്കെ കേൾക്കണ്ട. They don't want to hear your songs of and sorrows. ലോകം അന്വേഷിക്കുന്നത് സന്തോഷമാണ്. What the world is seeking after is joy, is ലോകം happiness. അന്വേഷിക്കുന്ന സമാധാനവും സ്വസ്ഥതയുമാണ്. The world is after rest and peace. അത് കൊടുക്കാൻ നമ്മുടെ ഉണ്ടോ? Do we have that to give them? നമ്മുടെ അടുക്ക വരുന്ന ആൾക്കാർ സന്തോഷം അനുഭവിച്ചിട്ട് പോകുന്നുണ്ടോ? Those who come approach us, are they departing after receiving joy? സമാധാനം അനുഭവിക്കുന്നുണ്ടോ? Do they experience peace? നമ്മുടെ അകത്ത് ഇരിക്കുകയാണെന്ന്. What I'm saying is all these things are in us. ആ സന്തോഷം നമ്മുടെ അകത്ത് ഇരിക്കുക. This joy is in us. ആ സന്തോഷത്തിന്റെ പരിപൂർണ്ണത നമ്മുടെ അകത്തുണ്ട്. The fullness of this joy is in us. ആ സ്വസ്ഥതയും സമാധാനം നമ്മുടെ അകത്തുണ്ട്. The peace and rest is in us. അത് നമ്മുടെ ദേഹിയിലേക്ക് പകരപ്പെടാത്തത് കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. But we are not able to experience it ourselves because it's not imparted to our soul. നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് ലോകത്തിന് നമ്മിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുന്നില്ല. And because we are not experiencing this, also the world is not able to receive this from us. പക്ഷേ കർത്താവ് വലിയൊരു വാഗ്ദത്തമുണ്ട്. But there's a great promise God has given ഈ us. ദിവസങ്ങളിൽ നമ്മിൽ നിന്നും ഈ വലിയ സന്തോഷം പൊട്ടിപ്പുറപ്പെടും. In this coming days, this great joy in us will break forth into all the earth. ഞാനിത് വെറുതെ പ്രസംഗിക്കാറില്ല. I'm not preaching this simply. ദൈവ ശബ്ദം കേട്ടിട്ട് പറയാ. I'm saying this after hearing the voice of God. എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് നമ്മൾ അനുഭവിക്കും. We will experience what is that true joy. നമ്മുടെ അടുക്കൽ വരുന്ന ആൾക്കാർ ആ ദൈവിക സന്തോഷം അനുഭവിക്കും. And those who approach us, who come near to us, they will experience this divine joy. ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ സന്തോഷത്തിന്റെ അഭിഷേകത്തിൽ സൗഖ്യമാകും. Without even one praying for that person, they will be healed through this joy. ഞാൻ വെറുതെ പറയുകയല്ല. I'm not speaking simply. ദൈവത്തിന്റെ ശബ്ദം പറയുന്നതോട് I'm sharing to you the voice of ആ God. ദൈവിക സന്തോഷമുള്ളവന്റെ ആ കൂട്ടായ്മയിലേക്ക്, ആ സഭയിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ ആനന്ദത്തിന്റെ തൈലത്താൽ, ആ സന്തോഷത്തിന്റെ അഭിഷേകത്താൽ അവന്റെ ബന്ധനങ്ങൾ അഴിയും, അവന്റെ കെട്ടുകൾ അഴിയും, അവൻ രോഗങ്ങൾ മാറും, അവൻ തനിയെ സൗഖ്യമാകും. When one enters the fellowship of a person or a church who have this fullness of joy in them, his bondages, his sicknesses, all his problems will be healed by the anointing of the joy of God. ആദിമ സഭയുടെ പ്രത്യേകതയായിരുന്നു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും സന്തോഷവും കൊണ്ട് നിറഞ്ഞവരായിരുന്നു. This was one of the characteristics of the first century church. The disciples were filled with the joy and the peace of Holy Spirit. ദൈവം നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. God is healing us. തേജസ്സിനകത്തുള്ള അനുഭവമാണ് സന്തോഷത്തിന്റെ പരിപൂർണത. The fullness of joy is the experience which we will have when we are in the ദൈവത്തിന്റെ glory of God. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. The Spirit of God is restoring our soul. സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. He's healing our soul. വിടുവിച്ചുകൊണ്ടിരിക്കുക. He's delivering us. അവന്റെ കാബോദ് തേജസ് വഹിക്കാൻ തക്കവണ്ണം നമ്മുടെ പ്രാണനെ അവൻ വിടുവിച്ചുകൊണ്ടിരിക്കുക. And He's delivering our soul till the point we will be able to bear His glory. അവന്റെ സന്തോഷം വഹിക്കാൻ തക്കവണ്ണം അവൻ നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. He's healing us so that we will be able to carry His joy. യഥാർത്ഥ ക്രിസ്തുവിന്റെ സഭ എന്താണെന്നും ആ സഭയുടെ പ്രത്യേകത എന്താണെന്നും ഈ ലോകം ഈ തലമുറയിൽ കാണാൻ വേണ്ടി പോവുക. This world and this generation is going to see what is the true church of God and what are its characteristics. 36 സങ്കീർത്തനം 8 വാക്യം. We are going to read Psalms chapter 36. 36 സങ്കീർത്തനം 8 വാക്യം. 36 verse 8. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. They are abundantly satisfied with the fullness of your house, and you give them drink from the river of your pleasures. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. They are abundantly satisfied with the fullness of your house. ആമേൻ. ദൈവത്തിന്റെ ആലയത്തിൽ പുഷ്ടിയുണ്ടെന്ന്, സമൃദ്ധിയുണ്ടെന്ന്. There is abundance in the house of God. ഞാൻ പറയുന്നത് നമ്മുടെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ മന്ദിരത്തെക്കുറിച്ചാണ്. I'm talking about this temple of the body, which is the temple of the Holy Spirit. ഞാൻ പറയുന്നത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ചല്ല. I'm not talking about the temple of Jerusalem. സമാഗമന കൂടാരത്തിലും ജെറുസലേം ദേവാലയത്തിലും വസിച്ച ആ സമൃദ്ധി
ആ പുഷ്ടി, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തും വസിക്കുക. The same Spirit who have this abundance, who dwelt in the tabernacle and in the temple of Jerusalem, He is dwelling in അത് us. പ്രാപിച്ച് നമ്മൾ തൃപ്തരായിത്തീരും. We will be filled when we receive this. നമുക്ക് വലിയ ദാഹം നമ്മുടെ അകത്ത്, We have a big thirst. വലിയ ദാഹവും വിശപ്പും നമ്മുടെ We അകത്ത്. have great thirst and hunger. അത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. And the Lord is seeing that. ആ ദാഹവും വിശപ്പും ഉള്ളവനെ കർത്താവ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി The പോവുക. Lord is going to satisfy the one who have thirst and hunger. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലുണ്ടെന്ന് ആരും മറന്നു പോകരുത്. Let no one forget that our prayers are in the presence of the Lord. നിന്റെ ആനന്ദ നദി നീ ഞങ്ങളെ കുടിപ്പിക്കുന്നു. He will make us drink of the river of His pleasures. ആമേൻ. നമ്മൾ കേട്ട് പോകണം, ആ പദം വെറുതെ പറഞ്ഞു പോകരുത്. We should never go past the scriptures. ആനന്ദ നദി, The pleasures, the river of His pleasures. നിന്റെ ആനന്ദ നദി. His river of pleasures. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ ഒരുവൻ വന്നാൽ അവന് കൊടുക്കുന്നത് ആനന്ദ നദിയാ. When one approaches God, comes near to God, what He gives us, it is His river of joy. ഈ ആനന്ദ നദി ദൈവത്തിൻ്റെതാണ്. This river of joy, it belongs to God. It is God's. ആമേൻ. അവിടെ നദി തന്നെയുണ്ട്. There's a river there. ആ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. And the name of this river is Holy Spirit. ഹല്ലേലൂയ. Hallelujah. അത് മെറ്റഫോറിക്കലി പറഞ്ഞിരിക്കുക, രൂപകാലങ്കാരമായി പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആനന്ദ നദി. This is a metaphorical phrase, but the Holy Spirit is the river of joy. ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. What is written here is that you will make them drink of the river of your joy. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നദിയെ, ആനന്ദ നദിയെ അവൻ നമുക്ക് തന്ന് നമ്മെ കൊണ്ട് ആവോളം കുടിപ്പിക്കുകയാണ്. He is giving us the river of the Holy Spirit, the river of joy, and making us drink it to the abundance. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. അടുത്ത വാക്യമാ, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. Verse 9, for with you is the fountain of life. 45:7 കൂടെ വായിച്ചു കേൾപ്പിക്കാം. We'll also read chapter 45 and verse 7. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. You love righteousness and hate wickedness. Therefore God, your God, has anointed you with the oil of gladness more than your companions. ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. God has anointed you with the anointing with the oil of gladness. ഹല്ലേലൂയ. Amen. ആനന്ദ നദിയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. We already heard and read the scripture concerning the river of joy. പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേരാണത്. That is the other name of the Holy Spirit. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ മറ്റൊരു പേരാണ് ആനന്ദ തൈലം. The other name of the anointing of Holy Spirit is the oil of gladness. വേദപുസ്തകത്തിൽ പല ഭാഗത്തും ഈ വചനം പറഞ്ഞിരിക്കുക. We can see this phrase in many other scriptures. നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മറ്റൊരു പേരാണ് ആനന്ദ തൈലം. The anointing of Holy Spirit which works in us, there's another name, and that is the oil of gladness. 46 സങ്കീർത്തനം ഒരു വാക്യം കൂടെ വായിച്ച് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. We'll read one more scripture from chapter 46 of Psalms, 46:4. verse 4. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. There is a river whose streams shall make glad the city of God, the holy place of the tabernacle of the Most High. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി. There's a river that makes glad the holy place of the tabernacle of the Most High. അത് ദൈവത്തിന്റെ നദിയാണ്. It is the river of God. പരിശുദ്ധാത്മാവിനെ കുറിച്ച് രൂപകാലങ്കാരമായി മെറ്റഫോറിക്കലി പറഞ്ഞിരിക്കുകയാണ്. The term river is a metaphorical phrase for Holy Spirit. പരിശുദ്ധാത്മാവ് ആനന്ദ നദിയാണ്. Holy Spirit is the river of joy. ആനന്ദ തൈലമാണ്. He is the oil of gladness. നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ ജീവനാണ്. He is the life that will give us joy. അവൻ ജീവ ജലത്തിന്റെ നദിയാണ്. He is the
river of living fountains, ലിവിങ് വാട്ടർ. of living waters. അത് നമ്മുടെ അകത്തുണ്ട്. And that is with us, in അത് നമ്മുടെ us. അകത്തുണ്ട്. That is in us. അത് നമ്മുടെ അകത്തുണ്ട്. That is in us. ആ ഒരു ബോധത്തിലേക്ക് ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. Now the Holy Spirit is helping us that we may live in this conviction. അവൻ നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. He is healing us. നമ്മെ He വിടുവിച്ചുകൊണ്ടിരിക്കുക. is delivering us. നമ്മെ നവീകരിച്ചുകൊണ്ടിരിക്കുക. And He is renewing us. നമ്മെ He is രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. transforming us. ക്രിസ്തുവിന്റെ സകല നന്മകൾ നമ്മെ നൽകിക്കൊണ്ടിരിക്കുക. And He is imparting to us all the blessings of Christ. ഒരുപക്ഷെ പല മേഖലകളിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ടാകാം. Maybe we are a failure in many areas of life. അതൊന്നും സാരമില്ല. അവൻ നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. But it doesn't matter because He is healing us. അവൻ നമ്മുടെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. He is working in us. നമ്മുടെ എല്ലാ കുറവുകളും നീക്കിക്കൊണ്ടിരിക്കുക. And He's removing സകല ബന്ധനങ്ങളെ He's അഴിച്ചുകൊണ്ടിരിക്കുക. removing all bondages and shortcomings. ദൈവത്തിന്റെ കാബോധ് നമ്മുടെ അകത്ത് പൂർണ്ണമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ ആത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. The Holy Spirit is preparing us till the point where we will be able to bear the glory of God. ഈ ദിവസങ്ങൾ തന്നെ ദൈവത്തിന്റെ കാബോധ് നമ്മെ വെളിപ്പെടും. In these days itself, the kabod of God will be manifested in us. നിങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങും. You will begin to experience the presence of Holy Spirit in every day-to-day life. ആ വലിയ സന്തോഷം നിങ്ങളുടെ അകത്ത് കവിഞ്ഞൊഴുകാൻ വേണ്ടി പോവുകയാണ്. And there will be an overflow of this great joy in you. നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് Let us arise together ഈ വചനങ്ങൾ ധ്യാനിച്ച് അല്പസമയം പ്രാർത്ഥിക്കാൻ തുടങ്ങാം. and let us pray with meditation on these words. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മ ഇപ്പോൾ തന്നെ നമ്മുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. The Spirit of God is working at this moment on സ്വർഗം us. തുറന്ന് കാബോധ് വെളിപ്പെടുകയാണ്. The kabod of God is manifesting. സ്വർഗം തുറന്ന് ഷെഖീന ഗ്ലോറി വെളിപ്പെടുകയാണ്. The heavens are being opened and the Shekinah glory is being പരിശുദ്ധാത്മാവിന്റെ revealed. വലിയ അളവിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിലേക്ക് ഇറങ്ങാൻ The തുടങ്ങുകയാണ്. great workings of Holy Spirit is happening in us. പരിശുദ്ധാത്മാവ് നമ്മിൽ The പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. Holy Spirit is working in us. അവൻ നമ്മെ And സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. He is healing us. അവൻ നമ്മെ He നവീകരിച്ചുകൊണ്ടിരിക്കുക. is renewing us. നമുക്ക് ആഴത്തിൽ അതൊന്ന് ബോധ്യപ്പെടുവാൻ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. Let us surrender so that we may have this conviction in നമ്മുടെ our ബുദ്ധിയെ hearts. സമർപ്പിക്കാം. Let us surrender our minds. ചിന്തകളെ സമർപ്പിക്കാം. Let us surrender our thoughts. നമ്മുടെ ഇന്റലിജൻസ് ബുദ്ധിയെ സമർപ്പിക്കാം. Let us submit our mind and നമ്മുടെ ഓരോ intelligence. വികാരങ്ങളെ സമർപ്പിക്കാം. Let us submit and surrender all our നമ്മുടെ emotions. ഹൃദയത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. Let us completely surrender our heart. നമ്മുടെ സ്വയത്തെ സമർപ്പിക്കാം. Let us surrender our soul, ourselves. എത്രത്തോളം സമർപ്പിക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കും. How much we surrender, that much He will work in us. എത്രത്തോളം നമ്മെ സമർപ്പിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കും. However much we surrender, that much the Spirit of God will work in us. Jesus, Father God, Abba, we wait upon you. Jesus, we wait upon your grace, Father. നിന്റെ കൃപകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. We wait upon your grace, Abba Father. പിതാവേ, നിന്റെ കരമിടപെടാൻ വേണ്ടി കാത്തിരിക്കുന്നു. Abba Father, we wait for you to work in us. സ്വർഗത്തിന്റെ തീ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു. We wait upon the fire from heaven. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray for the fire that will sanctify us. ഞങ്ങളുടെ അകത്തും പുറത്തും ഞങ്ങളുടെ മധ്യത്തിലും സ്വർഗത്തിന്റെ തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray that your heavenly fire will burn in and ഞങ്ങളെ around us. തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. Abba Father, we completely surrender ourselves. ഞങ്ങളുടെ സകലവും ഞങ്ങളുടെ സർവ്വ അന്തരംഗവും ഞങ്ങൾ സമർപ്പിക്കുന്നു. We surrender all our inner being. Yes. Holy Spirit, ഒരാഴമേറിയ പ്രാർത്ഥനയ്ക്കായി കർത്താവ് ആഗ്രഹിക്കുക. The Lord desires a prayer of deep surrender. ഒരാഴമേറിയ സമർപ്പണത്തിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord desires a
deep surrender. നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തോട് സംസാരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. He desires for us to open our mouths and speak to him. നമ്മുടെ അധരങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവുമായി സംസാരിപ്പാൻ കർത്താവ് The ആഗ്രഹിക്കുന്നു. Lord desires for us to open our mouths and speak to the Holy Spirit. നമ്മളെ മുഴുവനും അറിയുന്ന ഒരാത്മാകത്തുണ്ട്. There's a spirit who is in us, who knows everything about us. നമ്മുടെ അകത്ത് എത്ര വലിയ തകർച്ചയുണ്ടെന്ന് അവനെ അറിയത്തുള്ളൂ. Only He knows all the great brokenness in our heart. നമ്മുടെ അകത്ത് എത്ര അശുദ്ധികളുണ്ടെന്ന് ആത്മാവിനെ അറിയത്തുള്ളൂ. Only He knows, only the Spirit knows how much uncleanness is there in us. നമ്മുടെ അകത്ത് എത്രമാത്രം ബന്ധനങ്ങൾ ഉണ്ടെന്ന് കർത്താവിനെ അറിയത്തുള്ളൂ. Only the Lord knows how much bondages is in us. നമ്മുടെ മനസ്സ് എത്ര അശുദ്ധമാണെന്ന്, ചിന്തകൾ എത്ര അശുദ്ധമാണെന്ന് പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ. Only the Holy Spirit knows how much our mind and thoughts are unclean. നമ്മുടെ വികാരങ്ങൾ എത്രമാത്രം ഉടയ്ക്കപ്പെട്ടതാണെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. Only He knows how much brokenness is there in our emotions. നമ്മുടെ സ്വയത്തിൽ എത്രമാത്രം അനുസരണക്കേടുണ്ടെന്ന് കർത്താവിനെ അറിയത്തുള്ളൂ. Only the Lord knows how much disobedient is our soul. നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം പാപങ്ങൾ കിടപ്പുണ്ടെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. Only He knows how much sin remains in our body. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ മുഴുവനായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. Let us pray that Holy Spirit will completely sanctify us. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ മുഴുവനായി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. We can pray Holy Spirit to completely sanctify us. ആദമിന്റെയും പിശാചിന്റെയും എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളെ വിട്ട് നീങ്ങേണ്ടതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. We can pray that we surrender so that you may remove from us all the products of Satan and Adam. ക്രിസ്തുവിലുള്ള സകല നന്മകളും നമ്മിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടി സമർപ്പിക്കാം. We can surrender for all the blessings of Christ to be imparted to us. ഓ, ആ ജയകരമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. Let us pray for a victorious life. പാപത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. We have victory over sin. ജഡത്തിന്മേൽ ജയമുണ്ട്. We have victory over flesh. ലോകത്തിന്റെ മോഹങ്ങളുടെ ജയം നമുക്കുണ്ട്. We have victory over the lusts of the world. പിശാചിന്റെ സകല തന്ത്രങ്ങളുടെ മേൽ നമുക്ക് And ജയമുണ്ട്. we also have victory over all the tricks of Satan. അതെല്ലാം നമ്മുടെ അകത്ത് തരുന്ന പരിശുദ്ധാത്മാവാണ്. The Holy Spirit is the one who gives us all these victories. നമ്മുടെ ശരീരം അവന്റെ മന്ദിരമാണ്. Our body is the temple of the Holy ഇത് Spirit. കർത്താവിന്റെ മന്ദിരമാണ്. This is the temple of God. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. The Holy Spirit is in us. അവനൊന്ന് വെളിപ്പെടട്ടെ. Let him be revealed. അവൻ അകത്തിരിക്കേണ്ടവനല്ല. He's not supposed to be in us, അവൻ seated in us. കർത്താവായി നമ്മിലേക്ക് വെളിപ്പെടട്ടെ. But let him be revealed as the Lord of our നമ്മുടെ life. ചിന്തകളുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കട്ടെ. Let him take over the direction of our thoughts. നമ്മുടെ ഹൃദയങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കട്ടെ. Let him take up the control of our emotions and of our hearts. നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കട്ടെ. Let him take the control over our body. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇച്ഛകളുടെ എല്ലാ തീരുമാനങ്ങളുടെയും ആ കൺട്രോൾ അവൻ ഏറ്റെടുക്കട്ടെ. Let him take over the control of all our decisions, our emotions and our thoughts. അവൻ നിറഞ്ഞൊഴുകട്ടെ. Let him fill and overflow ജീവജല നദികളായി, as living waters, ആനന്ദ നദിയായി, as the river of joy, ആനന്ദ തൈലമായി, as the anointing of the oil of gladness, സന്തോഷ പരിപൂർണമായി as the fullness of joy. അവൻ നമ്മിൽ നിറഞ്ഞൊഴുകട്ടെ. Let him fill and overflow through നമുക്ക് us. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let us pray together. ഒരാഴമേറിയ സമർപ്പണത്തിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. The Lord desires a deep surrender. നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender your heart. ചിന്തകളെ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender your thoughts. മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender your mind. ബുദ്ധി ഏൽപ്പിച്ചു കൊടുക്കുക. Submit your mind. ഓ ഷാഥാനാ